ക്രിയേറ്റീവ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ച് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്രിയേഷനാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ആദ്യമേ തൊട്ട് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ബോൾ ജോയിൻറ്റഡ് ഡോൾ അല്ലെങ്കിൽ ഒരു ബെൻഡബിൾ ആയിട്ടുള്ള ആർട്ടിക്കുലേറ്റഡ് ഡോൾ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനത് ചെറിയ ചെറിയ പടിപടിയായിട്ട് കൈകൾ മൂവ് ചെയ്യാനും കാലുകൾ മൂവ് ചെയ്യാനും അതുപോലെ കൈകൾ ബെൻഡ് ചെയ്യാനും ഒക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോൾ ബോഡി നമുക്ക് ഇരുത്താനും അതുപോലെ ഒന്ന് പോസിബിൾ ആക്കി എടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഡോൾസ് എല്ലാം തന്നെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു പോസിബിൾ ആയിട്ടുള്ള ബെൻഡബിൾ ആയിട്ടുള്ള ഡോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയ സൈസുള്ള ഡോളാണ്. അപ്പോൾ നമുക്ക് പതിയെ വലിയ സൈസുള്ള ഡോളും ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കാം, പല രീതിയിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് എല്ലാം ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലേ നമുക്ക് ഒരു സ്റ്റെപ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കമൻറ്റിൽ ചോദിച്ചാൽ പോലും അത് പറഞ്ഞു തരാൻ പറ്റില്ല, അത് കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ഡോളിൻ്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോൾഡ് പോർസലൈൻ ക്ലേ ആണ്. അപ്പോൾ കോൾഡ് പോർസലൈൻ ക്ലേ എന്താണെന്ന് അറിയാമല്ലോ, ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഡോൾ മേക്കിങ്ങിന്, ഈ ഒരു ബെൻഡബിൾ ഡോൾ മേക്കിങ്ങിന് ഏറ്റവും നല്ലത് കോൾഡ് പോർസലൈൻ ക്ലേ തന്നെയാണ്. കാരണം അത് ഒട്ടും തന്നെ ബ്രേക്കേജ് ഇല്ലാത്ത ക്ലേ ആണ്. നമ്മൾ പാർട്ടായിട്ട് സ്കൾപ്റ്റ് ചെയ്താലും ബ്രേക്കേജ് ഒട്ടും തന്നെ വരില്ല. അതുപോലെ തന്നെ പേപ്പർ ക്ലേക്കും ബ്രേക്കേജ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് പേപ്പർ ക്ലേയോ കോൾഡ് പോർസലൈൻ ക്ലേയോ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഒരു ഡോളിൻ്റെ ബോഡി ഫസ്റ്റ് സ്കൾപ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ലേയിൽ കളറൊന്നും തന്നെ മിക്സ് ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് പെയിൻറ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം നന്നാവും എന്നൊന്നും അറിയണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പെയിൻറ്റും കൂടെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം നമ്മൾ ഈ ഒരു ബെൻഡബിൾ ഡോളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം വെയിറ്റ് ലെസ് ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കുറച്ച് ഹോളോ ആയിട്ട് ഉണ്ടാക്കിയാൽ അത്രയും നല്ലത്. പക്ഷേ ഹോളോ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നമുക്ക് പടിപടിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ വെയിറ്റ് തീരെ കുറയ്ക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം ഈ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിന് പുറത്തോട്ട് സ്കൾപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഹോൾ ബോഡി ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാല്, കൈ, തല, അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് സ്കൾപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോൾഡ് പോർസലൈൻ അല്ലാതെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എപ്പോക്സി ക്ലേ പോലെയുള്ള ക്ലേസൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രിട്ടിലായിരിക്കും കുറച്ചും കൂടെ. അതായത് നമ്മളിപ്പം ഫെവിക്കൽ മോൾഡിറ്റൊക്കെ നല്ല ഹാർഡായിരിക്കും ഉണങ്ങി കഴിയുമ്പോൾ. പക്ഷേ അത് ബെൻഡിങ് അതുപോലെയുള്ള ഡോളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ അത് കുറച്ചും കൂടെ വളയ്ക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോവും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ചിലവർക്ക് ഇതിനെക്കാട്ടിലും നല്ലത് അതാണെന്നുള്ള അഭിപ്രായം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും സ്കൾപ്റ്റിങ്ങിന് അതുപോലെ 3D മ്യൂറൽ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് മോൾഡിറ്റ് പോലെയുള്ള എയർ ഡ്രൈ ക്ലേസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുപോലെ ഡോൾസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ ഇത് നല്ല ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൾഡ് പോർസലൈൻ പോലെയുള്ള ലോ കോസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ക്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ടം വന്നാലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഇത്തരം ഫ്ലെക്സിബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് കോൾഡ് പോർസലൈനോ അല്ലെങ്കിൽ പേപ്പർ ക്ലേ ആണ്. പേപ്പർ ക്ലേയും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ചെറുതായിട്ട് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു ഡോള് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലേയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആൻഡ് ഇപ്പം ഞാൻ കൈകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൾപ്റ്റിംഗ് ഒക്കെ ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ക്ലേയിലൊക്കെ ചെയ്തിട്ട് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായം വേണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അത്രയും ഭാഗം സ്കൾപ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പാദങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബലമില്ലാത്ത പോലെ വരും. അതുകൊണ്ട് ഞാൻ അത്രയും ഭാഗം ഉണക്കിയതിന് ശേഷമാണ് പാദങ്ങൾ സ്കൾപ്റ്റ് ചെയ്യുന്നത്. കാരണം പാദത്തിൻ്റെ ഒരു ഷേപ്പ് റിറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്രയും ഭാഗം നമുക്ക് നന്നായിട്ട് വേണമായിരുന്നു. അപ്പം ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ച് സ്കൾപ്റ്റ് ചെയ്തിട്ടുള്ളത് കാലുകളും ആ ഒരു ബോഡിയുടെ അപ്പർ ബോഡിയുടെ ഭാഗവും തലയും മാത്രമാണ് കേട്ടോ. ഫേസിൻ്റെ സ്കൾപ്റ്റിങ് ഇതിലുണ്ടാവില്ല. നേരത്തെ ചെയ്തത് നോക്കി ചെയ്യുക.
നേരത്തെ നമ്മളൊരു പ്രത്യേകം ഒരു ഡോൾ ഫേസ് ചെയ്തിട്ടുണ്ട്, സ്കൾപ്റ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു വീഡിയോയിൽ വലിയൊരു പ്രോബ്ലം ഒന്നും തോന്നിയില്ലെങ്കിൽ കൂടെ ചില പൊസിഷനിൽ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ചെയ്യണതും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട്. അപ്പം ഇനിയും മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ, ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് തോന്നുന്നു എൻ്റെ സ്കില്ല്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. പെട്ടെന്ന് പറ്റില്ല കേട്ടോ, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ക്ലേ ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫേസ് സ്കൾപ്റ്റിംഗ് വീഡിയോ ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോഡി പാർട്ടെല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 3/4 ഭാഗമെങ്കിലും ഉണങ്ങിയതിന് ശേഷം ഈ ഒരു കൈയും കാലും ഒക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. എന്നാലേ നമുക്ക് ബെൻഡബിളൊക്കെ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. കൈയിൻ്റെ പകുതിക്ക് വെച്ചിട്ട് എൽബോയുടെ അവിടെ ഒന്ന് മുറിച്ചെടുക്കുക, അതുപോലെ കാൽമുട്ടിൻ്റെ അവിടെ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് കൈപ്പത്തിയുടെ അവിടെ മുറിച്ച് മാറ്റാം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. എന്നാൽ ഇങ്ങനെ മുറിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആർട്ടിക്കുലേറ്റഡ് ഡോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പാദങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കൈപ്പത്തി മുറിച്ച് മാറ്റിയത് വെറുതെ ആയിപ്പോയി കേട്ടോ. ലാസ്റ്റ് അതൊന്നും ചെയ്യാൻ പറ്റാതെ വന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചൊട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുറിച്ച് മാറ്റിയ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്ലേ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് ഉണക്കിയെടുക്കാം. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് കാലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ കാലിലെ ആ തൊടയുടെ ഭാഗം ഉണ്ടല്ലോ, കുറച്ച് വീതി കൂടിയ ഭാഗം, അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ 2 ഐപ്പിൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ. ആ ഒരു ഐപ്പിൻ ഇളകി ഇങ്ങനെ പോരരുത്. അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഒരു ഐപ്പിൻ മാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ മുകളിൽ നമ്മൾ 2 ഐപ്പിൻ വെച്ച് കൊടുത്തു, താഴെ 1 ഐപ്പിൻ വെച്ച് കൊടുത്തു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് ചെയ്യുന്നതിനെക്കാട്ടും ഡ്രൈ ആയതിന് ശേഷം ഒരു സൂചി അങ്ങനെ വെച്ച് തുളച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് കുറച്ചും കൂടെ ബലമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റണം. 2 ഐപ്പിന്നിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു താഴത്തെ ഭാഗത്ത് ഐപ്പിൻ കയറിയിരിക്കുന്ന പോലെ വെക്കാൻ പറ്റണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഐപ്പിനൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മുട്ടിനൊരു ഷേപ്പ് പോലെ വരികയും ചെയ്യും. അപ്പോൾ അതുപോലെ ഒന്ന് ക്ലേ അപ്ലൈ ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം താഴെയുള്ള ഒരു ഐപ്പിൻ വെച്ച ഭാഗമല്ലേ, അതിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ കുറച്ച് ഷേപ്പിൽ, ഇതുപോലെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ നമുക്ക് ക്ലേ അപ്ലൈ ചെയ്തിട്ട് അതും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും ഉണങ്ങണേ, നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇനി നമുക്ക് കൈകളിലേക്ക് അടക്കാം. കയ്യിൽ ഇതുപോലെ വെറുതെ നമ്മൾ കമ്പി അപ്ലൈ ചെയ്തിട്ട് ഇതിന് മുമ്പ് ബെൻഡബിൾ ഡോൾ ഉണ്ടാക്കിയില്ല, അതുപോലെ ഒന്ന് വെക്കുന്നേ ഉള്ളൂ. കാരണം കയ്യിൽ കുറച്ച് സ്ഥലം മാത്രമല്ലേ ഉള്ളൂ, ഇതൊരു കുഞ്ഞു ഡോളല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൈപ്പത്തി ഞാൻ തിരിച്ച് വീണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച ട്രിക്കൊന്നും ഫലിക്കുന്നുണ്ടായിരുന്നില്ല. നന്നായിട്ട് തുളച്ചെടുത്താലും നന്നായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, കുഞ്ഞല്ലേ കൈയൊക്കെ, അപ്പോൾ അതുകൊണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈപ്പത്തി തിരിച്ചൊട്ടിച്ചു. എന്ന് വെച്ചിട്ട് ഒരു ഒറിജിനാലിറ്റി കുറവൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഐപ്പിൻസ് 3 വെച്ചില്ലേ, ആ 3-ലൂടെയും ഇതുപോലെ കട്ടിയുള്ളൊരു കമ്പിയോ അല്ലെങ്കിൽ ഐപ്പിന്നിലൂടെ കടന്നു പോകുന്ന എന്തെങ്കിലും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ റീഫിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ കടത്തിയെടുക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഈ ഒരു കമ്പിയാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവിന് ഉണ്ടായിരുന്നത്. ലൂസായി പോകാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഒരു കാല് നല്ല രീതിക്ക് സ്റ്റിഫായിട്ടിരിക്കില്ല. അപ്പോൾ ഐപ്പിന്നിൻ്റെ ആ ഒരു സൈസിന് പറ്റുന്ന പോലത്തെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് വേണം ഇതുപോലെ കയറ്റിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്കിതുപോലെ മുറിച്ച് കളയാം. കണ്ടോ, ഇപ്പോൾ ഇത് ബെൻഡബിളായിട്ടുണ്ട് കാലൊക്കെ. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും നമുക്ക് ക്ലേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു കമ്പിയൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ.
അതിൻ്റെ അതുപോലെ തന്നെ താഴെയും ആ ഒരു കാലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പോലെ എവിടെയൊക്കെ നമുക്ക് ക്ലേ കുറവായിട്ട് തോന്നുന്നുവോ അവിടെ ഒന്നുകൂടെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ഡോൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. കാരണം ഓരോ പാർട്ടും ഇതുപോലെ ചെയ്തിട്ട് ഉണക്കിയെടുത്ത് വേണം ചെയ്യാൻ. സോ അതുകൊണ്ട് അതിന് കുറച്ച് ടൈം എടുത്തു. അതൊന്നും ഇടയ്ക്ക് വീഡിയോ ഇല്ലായിരുന്നേ. പിന്നെ നമുക്ക് കുറച്ച് വീഡിയോ ഇടാനായിട്ട് ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് വേഴ്സ് ആയിരുന്നു, മഴയായിരുന്നു, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച ലോങ് വീഡിയോ ഒന്നും ഉണ്ടാവാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ബെൻഡബിളാണ്. ഇത് നന്നായിട്ടൊന്നും കൂടെ ഉണക്കിയെടുക്കാം. കാൽപാദം വെച്ചത് കണ്ടല്ലോ അല്ലേ, കമ്പി മാത്രമേ കയറ്റിയിട്ടുള്ളൂ. കാൽപാദത്തിൻ്റെ അവിടെയൊന്നും ഈ ഒരു ടെക്നിക്കില്ല. അപ്പം ഈ ഒരു ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാൽമുട്ടിൻ്റെ അവിടെ നമ്മൾ കമ്പി മാത്രമാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ നമ്മൾ വളയ്ക്കുന്നതനുസരിച്ച് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ കമ്പി വയ്ക്കുന്ന ആ പരിപാടി എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യം ചെയ്ത് നോക്കിയിരുന്നത്. അത് കമ്പി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് തന്നെ കമ്പി വെച്ചിട്ടുള്ള ഒരുപാട് ട്രിക്ക് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലിപ്പോൾ കയ്യിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഐപ്പിനും കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. കയ്യിനും പാദത്തിൻ്റെ അവിടെയൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വളയ്ക്കുന്ന സ്ഥലത്ത് കൂടുതൽ കമ്പി വെച്ചിട്ടും കാര്യമില്ല, അത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൈകൾ നമുക്ക് ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നേരത്തെ ഡോൾസിൽ കണ്ടിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് ഒന്ന് കോർത്തെടുക്കുകയാണ് 2 കൈകളും കൂടെ. അതുപോലെ തന്നെ കാലുകളും ഇതേ മെത്തേഡിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ മുറുക്കിയതിന് ശേഷം 2 സൈഡിലും നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതിന് എലാസ്റ്റിക് ത്രെഡും അതുപോലെ കമ്പിയും ഒക്കെ ആവശ്യമാണ് കേട്ടോ ഈ ഒരു മെത്തേഡിന്. ഞാൻ എപ്പോഴും ഡോൾസിൻ്റെ ക്വാളിറ്റിയാണ് നോക്കാറ്. എനിക്കത് കുറേ നാളങ്ങനെ ഇരിക്കണം. അല്ലാതെ നമ്മൾ എളുപ്പപ്പണിയിലൂടെ ഒരു ഡോളിനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വല്ലാതെ വിഷമമുണ്ടാകും. അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പ പണിയിലൊന്നും അങ്ങനെ ചെയ്യാൻ നോക്കാത്തത്. അപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മൾ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തലയൊക്കെ നമ്മളിതിന് മുമ്പ് ഡോളിന് ചെയ്യണ പോലെ തന്നെയാണ്, കമ്പി മാത്രം വെച്ചിട്ട് അതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോളിൻ്റെ ബോഡി. ഇനി ഇത് നമ്മൾ ഒന്നും കൂടെ എവിടെയെങ്കിലും ഉണങ്ങാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് സുഹൃത്തുക്കളെ. ഞാൻ ഈ ഒരു ഡോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളെ കൈ കൊണ്ട് ഞാൻ ഇന്നേ വരെ ഒരു ആർട്ടിക്കുലേറ്റഡ് ഡോൾ എനിക്കില്ല. ഞാൻ കുറേ പ്രാവശ്യം വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് സ്വന്തം കാശ് കൊണ്ട് വാങ്ങിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് ഇന്നേ ഒരു രൂപ പോലും യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കാരണം വ്യൂസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഊഹിക്കാമല്ലോ. അപ്പോൾ ഞാൻ പടങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നത്തിനെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ബോഡിയൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഫേസും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോഡി പെയിൻറ്റിങ്, അതുപോലെ സ്കിൻ കളർ മിക്സിങ്, അതുപോലെ ഫേസ് എൻഹാൻസ്മെൻറ്റ്, അതുപോലെ ഫേസ് പെയിൻറ്റിങ്, ഇതിനൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഫേസും നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഹെയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയറൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് ഡോൾസിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ കാണിച്ചിട്ടില്ല. കാരണം എല്ലാം കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുപോലെ ഒരു കുട്ടി ഡ്രസ്സ്, കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സും അതുപോലെ ഒരു ട്രഡീഷണൽ വേറെ 2 ഡ്രസ്സ് ഈ ഡോളിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രസ് മേക്കിംഗ് വീഡിയോസ് സെപ്പറേറ്റ് ചെയ്തപ്പോഴും അല്ലാതെ ചെയ്തപ്പോഴും ആൾക്കാർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട്, വ്യൂവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇവിടെ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. സിമിലർ ഈ ഡ്രസ് മേക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡോളിനെ കുറച്ച് പോസിബിളായിട്ടൊക്കെ നിർത്തി നോക്കി. അപ്പോൾ ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ ബെൻഡിങ് എല്ലാം നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ സ്റ്റിഫായിട്ട് നിൽക്കുന്നുമുണ്ട് ആള്. ഞാൻ ഒരുപാട് അങ്ങോട്ട് എല്ലാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോസിംഗ് ഒന്നും നടത്താൻ നോക്കിയില്ല കേട്ടോ.
ഇതുപോലെ ഞാൻ ഈ ഒരു സോഫയിൽ ഇങ്ങനെ കിടത്തിയിട്ടുള്ള ഒരു പോസ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാൻഡിങ് പൊസിഷൻ ഇതുപോലെ എടുത്തു. ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. ഇതുപോലെ ഒന്ന് ഇരുത്തി നോക്കി. അതുപോലെ തന്നെ പല രീതിയിൽ കുറച്ചൊന്ന് ചെരിച്ചിട്ടും കൈയൊക്കെ ഒന്ന് വളച്ചിട്ടും ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പട്ടുപാവാടയും കൂടി ഇട്ടിട്ടുള്ള ലുക്കൊന്ന് കാണാം. അപ്പോൾ ഞാനതിനെ കുറച്ചും കൂടെ ഒന്ന് ഒരു വളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കമ്മൽ പൊട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിത് ഈ ഒരു സോഫയിലൊക്കെ ഒന്ന് ഇരുത്തി നോക്കി. ഈ ഒരു സോഫ വന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്, കാർഡ്ബോർഡ് വെച്ചിട്ട്. അങ്ങനെ ഇതാണ് സിറ്റിംഗ് പൊസിഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡോളുകൾക്കും നെയിം ചെയ്യുന്ന പോലെ ഈ ഒരു ഡോളിനും നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോളിൻ്റെ പേരാണ് സംയുക്ത. അപ്പോൾ നമ്മുടെ സംയുക്ത കുട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തിങ്കളാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.